ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇനി ചെറിയൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ചെക്കന്മാരും ഉണ്ട്. അതൊക്കെ ചിരിച്ചുകൊണ്ട് പോവാം. അപ്പം ചെറുതായിട്ടൊന്ന് വ്ളോഗൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ അവളെ ഫോൺ വിളിച്ചിട്ട് അവൾ എടുത്തില്ല കേട്ടോ ഫോണ്. അപ്പോൾ അവളവിടെ ഉണ്ട്. അതിന് മുമ്പൊന്ന് വിളിച്ചപ്പോൾ എടുത്തായിരുന്നു. അപ്പോൾ ഞാൻ അവളവിടെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഞാനും അവളും കൂടെ എങ്ങോട്ടെങ്കിലൊക്കെ പോകാമെന്നൊക്കെ വിചാരിക്കുന്നു. ആ ഒരു വ്ളോഗിലേക്ക് നമുക്കിന്ന് പോകാം. കുറച്ചുള്ളൂ കേട്ടോ, എൻ്റെ വീടിൽ നിന്ന് കുറച്ച്. ഞാൻ മാറി തപ്പിയിട്ട് കണ്ടില്ല ഗൈസ്. എല്ലാവരും നോക്കുന്നു. കൊട എടുക്കണം, നമുക്ക് ഓടാം. റൺ. ഓക്കെ ആണോ? സൂപ്പറായിട്ടുണ്ട്. എടുത്തോട്ടെ. ഇതാട്ടോ അവരുടെ വീട്. എടീ എടീ എടി ഹേമേ, എടി ഹേമേ. അവളിവിടെ ഇല്ല ഗൈസ്. അവൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു കുഴിയിൽ അലക്കാൻ പോയിക്കോ. നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പം തിരിച്ച് ഞാൻ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലത്താട്ടോ അവളിപ്പോൾ ഉള്ളത്. അവൾ ഫോൺ എടുക്കാത്തപ്പോൾ എനിക്കൊരു ഡൗട്ട് തോന്നിയായിരുന്നു. കാരണം ഞാൻ അവളൊക്കെ ഏത് സമയം ഫോൺ പിടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. കോൾ എടുക്കാത്തപ്പോൾ നമുക്ക് മനസ്സിലാവുമായിരുന്നു. പിന്നെ ഞാൻ വന്ന് നോക്കാമെന്ന് കരുതി വന്നതാണ്. ചീറ്റിപ്പോയി. പക്ഷെ നമുക്ക് അവളുള്ളടത്തേക്ക് പോവാം. ഏത് ആ കുറച്ച് ഫോട്ടോയൊക്കെ എടുത്ത് കൊടുക്കണം എന്ന് പറഞ്ഞു. ഗൈസ്, അങ്ങനെ കുളിക്കുന്നിടത്ത് ഞാൻ അവളെ വിളിച്ചു. പക്ഷെ വലിയൊരു മഴ വന്നിട്ട് ഞങ്ങൾ ഓടാൻ പോവാട്ടോ. കൊട എടുക്കണം, നമുക്ക് ഓടാം. റൺ. കൊട എടുക്കണോടി, കൊട എടുക്കണോ? വീട് അങ്ങോട്ട് എവിടെയാ പോരെ? ഭയങ്കര മഴ കേട്ടോ. നോക്കൂ ഗൈസ്, ഞാൻ എൻ്റെ മുടി നല്ല സെറ്റാക്കി. നോക്കടി, വെറുതെ മഴ സാരില്ല. അപ്പം ഇനി ഇവക്കടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം. ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര വൈറലല്ല എന്നാടി ഞാൻ പറയണേ? ആരാധകരല്ലടി, ഫോളോവേഴ്സൊക്കെ ഉള്ള കേട്ടോ. അപ്പം കൊച്ചിന് ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞു. ഞങ്ങളുടെ നല്ല ടൈം ആയതുകൊണ്ട് കയറി വന്നപ്പോഴേ കറണ്ടും പോയി. ഞാൻ ക്യാമറ ഓണാക്കുകയും കറണ്ട് പോവും ഒരുമിച്ചായിരുന്നു കേട്ടോ. വെട്ടത്തിൻ്റെ കുറച്ച് കുറവുണ്ട്. അപ്പോൾ എന്താ പറയുക, ഞാൻ വന്നപ്പോൾ സ്ട്രെയിറ്റൊക്കെ ചെയ്തിട്ടാണ് വന്നാടി. എല്ലാം പോയി. അതിനവരിപ്പോൾ കറണ്ടും പോയത്. ചെറിയൊരു മഴ വരുമ്പോഴത്തേനും കറണ്ട് പോകാൻ നിൽക്കാം. എന്താ കയ്യില്ലാത്തുടുപ്പാ? ഇത് ഞാൻ കണ്ടിട്ടില്ല. ഇതിൻ്റെ ഉടുപ്പ് സത്യമായിട്ട് ഈ ഉടുപ്പ് ഞാൻ കണ്ടിട്ടില്ല. എല്ലാം ഉടുപ്പിച്ചേക്കോ കള്ളി. എനിക്ക് ബ്ലൂ എന്ത് ഇഷ്ടമാണെന്ന് അറിയാം. ഇതിട്ട് ഞാനും 2 ഫോട്ടോ എടുത്തില്ല. നോക്കാം. ഈ ഉടുപ്പ് ഞാൻ കണ്ടിട്ടില്ല. നീ ഇട്ടിട്ടുണ്ടോ? അയ്യോ പോയി. ഇതിട്ടോ? ആ, കയ്യില്ലാതെ ഇവള് ഫോട്ടോ ഇടും. എന്താ പറയാമോ, അടിച്ച് കയറ്റി ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിടും. മനസ്സിലാവോ? പക്ഷെ ഇതിട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല കേട്ടോ. രസമുണ്ട്. ഞാനിട്ടൊരു ഫോട്ടോ എടുക്കാം. ആണോ? കുട്ടിയുടെ ഏട്ടായി സമ്മതിക്കില്ലായിരുന്നു ഗൈസ്. ഏട്ടായി ഇല്ല കേട്ടോ. ഏട്ടായി എന്തായിരുന്നു? പിന്നെ എന്നാടി നീ ഡ്രസ്സ് ഞാനോ? ഹലോ ഗൈസ്, ഞങ്ങൾ ബംഗാൾപ്പട സാധാ കൃഷി കുടുംബം.
പക്ഷെ എനിക്ക് പൊതുവേ ഉണ്ടല്ലോ ഇവിടെ എനിക്ക് സ്ലീവ്ലെസ് ഇടാൻ ഇഷ്ടമാണ്, വീട്ടിലിടാൻ, അല്ലാതെ പുറത്തൊക്കെ ഇട്ടുകൊണ്ട് പോകാനുള്ള കോൺഫിഡൻസ്. നിനക്ക് ഇഷ്ടമാണോ കൂടി? ഇഷ്ടമാണോ? ഇടില്ലല്ലോ. എനിക്ക് ദൈവമേ, ഞാൻ ഒരു ഉടുപ്പെടുത്തിട്ട് കേട്ടോ. വെള്ള കളറ് എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ല കേട്ടോ. സ്ലീവ്ലെസ് വെള്ളം ഇടാനും ഇല്ല, സ്ലീവ്ലെസ് ആണോടി? ഫോട്ടോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമായി. എനിക്ക് വെള്ളം ഇഷ്ടമില്ലടി. വെള്ളം ഫോട്ടോ എടുക്കാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ബ്ലൂ. നിനക്കോ? ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഏതാ ഡ്രസ്സിന്? ബ്ലാക്ക്. ഗ്രീൻ ഇഷ്ടം, ഗ്രീൻ ഇഷ്ടം, പിങ്ക് ഇഷ്ടം, വൈറ്റ് ഇഷ്ടം, ബ്ലാക്ക്. ഇത്രയും കളറൊന്നും വേണ്ട, ഏതെങ്കിലും ഒരു കളർ പറയാനാ നിന്നോട് പറഞ്ഞത്. ഒരു കളർ പറ, ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളർ. ബോട്ടിൽ ഗ്രീൻ ഇഷ്ടം. അതെന്നാ ഗ്രീൻ അങ്ങനെ ഒരു വകഭേദത്തിൽ പറഞ്ഞതല്ല, ഗ്രീൻ ഇഷ്ടമല്ല. ശരി കേട്ടോ, എനിക്ക് മറ്റേ സ്കൈ ബ്ലൂ ഇഷ്ടമല്ല, റോയൽ ബ്ലൂ ഇഷ്ടമാണ്, പിന്നെ ഈ ഡാർക്ക് ബ്ലൂ ഇഷ്ടം. പിന്നെ എന്തായിരുന്നു പിന്നെ എന്തായിരുന്നു എന്ന് പറയണ വന്ന എന്നാന്ന് പറയാമോ? അറിയാവോ? നമുക്ക് ഇങ്ങനെ സംസാരിച്ച് ശീലമില്ലാത്തതുകൊണ്ട് ഞാൻ ബാക്കിയുള്ള വ്ളോഗേഴ്സിൻ്റെ ഒക്കെ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും അവർക്ക് ഇങ്ങനെയൊന്നും വരുന്നൊന്നുമില്ല. അവർക്ക് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിച്ചു പോകാൻ. കമ്മലെടുക്കാൻ പോവാം. അവൾക്ക് നമുക്ക് ഫോട്ടോ എടുത്തു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാനോ. അവൾ റെഡി ആവട്ടെ. ഞാൻ എടുക്കുന്നില്ല കേട്ടോ, ഞാൻ എടുക്കും ചിലപ്പോൾ. ഈ ഒരു സാരി അവൾ എടുക്കാൻ പോകണം, അവളുടെ അമ്മയുടെ സാരി. എനിക്ക് ഇഷ്ടമാണ് ഈ മെറൂൺ കളർ, ഭയങ്കര ഇഷ്ടമാണ്. എടി ബ്ലൗസ് അമ്മയുടെ ആണോടി? ബ്ലൗസ് ഇവിടെ ഇരുന്നൊരു ബ്ലൗസാന്ന് പറഞ്ഞത്, കുറച്ച് അമ്മച്ചി ബ്ലൗസാന്ന് തോന്നുന്നു. കാരണം ബാക്കൊക്കെ നല്ല ഇറങ്ങിയിട്ടുണ്ട്. ഓ, കൈ ഫിറ്റ് കാണിച്ചേടി. ഇല്ലാടി, ആ റെഡ് തന്നെ വേണമായിരുന്നു, എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അത് ചെയ്യില്ല. വ്ളോഗ് ചെയ്യാനാ? ഹായ് ആണെങ്കിൽ ഡാൻസ് അല്ലായിരുന്നോ? ഞങ്ങൾ ഇന്നലെ ഡാൻസ് കളിച്ചോട്ടോ, അതിനെക്കുറിച്ച് പറഞ്ഞു. ഓ, എനിക്കതല്ല വിഷമം. എൻ്റെ മുടി ഞാൻ അത്രയും സെറ്റ് ചെയ്തു. ആ ഫസ്റ്റിൽ നിങ്ങൾ കണ്ടില്ല, ആ മഴ നനഞ്ഞപ്പോഴത്തേനും മൊത്തം പോയി. എനിക്ക് ഒട്ടും ഇഷ്ടമില്ല മഴ നനഞ്ഞ എൻ്റെ മുടി. ഒന്നാമത് മുടി കുറവായി എൻ്റെ ഇടയ്ക്ക്, ഇങ്ങനെ കൂടെ. സാരിയില്ല, പ്രകൃതി തരുന്ന മഴയല്ലേ. കിട്ടിയോടി? ഓ, എനിക്ക് വെള്ളം ഇട്ടിട്ട് എൻ്റെ കോൺഫിഡൻസ് മൊത്തം പോയിട്ടോ. വെള്ള ഡ്രസ്സ് ഇട്ടിട്ട് തലവേന എടുക്കണോ? അതിനായിട്ട് നീ കിടന്ന് ഉറങ്ങിയിട്ടാടി. അമ്മയുടെ ഗുളിക പാത്രത്തിൽ അവളുടെ കമ്മല്. പക്ഷെ ഗോൾഡൻ ആയിരിക്കില്ല, കുറച്ചുകൂടി ചേർച്ചാ. ഇതോടി ഇതിനുണ്ടോ? അതൊരു പോർക്ക് പോയി, അതെന്തായാലും നല്ലതായിരുന്നു. മറ്റേ പാട്ട് എടുത്ത് കാണിച്ചേടി. ഇത് ചെയ്യുമോ എടി? ഇതിങ്ങനെ മാലാതെന്ന് പറഞ്ഞേടി. നാഗവല്ലിയുടെ മാറ്റിട്ട് പറ. നാഗവല്ലിനെ പോലെ പറ. എന്നതാ പറ മറ്റേത്. ഇത് മാണിക്യമാല. എനിക്ക് ഡയലോഗ് അറിയില്ല. ആ, എന്നാലും ചുമ്മാ കാണിക്കേ. മാണിക്യമാലയോ? മാണിക്യമാലയല്ല, പറ. കറങ്ങൂടി. ഇത് ചെയ്തോടി. ആ ശരി. പച്ചയുണ്ടോടി? പച്ചയുണ്ട്, ഞാൻ പച്ചയുണ്ടടി. വീട്ടിൽ നിന്ന് ആ ഒരു കമ്മലാണെങ്കിലും നമുക്ക് എടുക്കാൻ മതിയായിരുന്നു അല്ലേടി? ചോദിച്ചല്ലേടി, നമ്മൾ പോകുന്നില്ല. ഇതാ അരയെ കെട്ടണാണോ? അല്ല, അത് കൊലുസായിരുന്നു ദേവുന്. ഓഹോ, എനിക്കും ഉണ്ടായിരുന്നേ ഒരു കൊലുസ്. യുനോ, എനിക്കും ഉണ്ടായിരുന്നു ഒരു കൊലുസ്. ഇതിട്ടാലോടി. ഏത്? അറിയില്ല.
നീ എടി എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാ ഉള്ളതിൽ ഇതാ ചേരും. ഒരു മെറൂൺ ടച്ച് ഉണ്ട്. നന്നായിട്ട് മതി. ആ ബ്ലാക്ക് എങ്ങനെയാ അതിൻ്റെ ഇടയ്ക്ക് വന്ന്? ഇപ്പൊ ഈ കാണുന്ന ലുക്ക് അല്ലായിരിക്കും നിങ്ങൾ ഒരുങ്ങി വരുമ്പോൾ കാണാൻ പോകുന്നത്. ഞെട്ടും. കാണിക്കും, ഞാൻ കാണിക്കും. ഞാൻ കിട്ടിയില്ല. ഹലോ ഗൈസ്, അപ്പോൾ ഞാനാണെങ്കിൽ ഇങ്ങനെ വ്ളോഗൊക്കെ ചെയ്യുമ്പോഴത്തേനും ക്യാമറ കാണുമ്പോഴത്തേനും ചിലരൊക്കെ ഇങ്ങനെ ഓടും. അതെന്ന് വെച്ചാൽ നമ്മളങ്ങാണ്ട് എടുക്കുന്നത് പൊതുവെ അവർക്ക് ഇഷ്ടമില്ല എന്നിട്ടായിരിക്കും കേട്ടോ. പക്ഷെ അങ്ങനെയൊന്നും കാണിക്കാതെ എനിക്ക് ഭയങ്കര സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരാളാണ് ഇവള്. ഒരു നാണമില്ല, കാണിക്കാനും വേണ്ട. അതന്നെ അങ്ങനെ നാണിക്കുക. പൊന്നൂസും അതെ കേട്ടോ. അങ്ങനെ പിന്നെ സജ്ജന, അങ്ങനെ കുറച്ച് പേര് നാണിക്കൊത്തൊന്നുമില്ല. എൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് നിൽക്കും. ചിലവരാണെങ്കിൽ ഞാൻ ഫോൺ എടി ഞാൻ അന്ന് പറഞ്ഞില്ലേ എടി ആ ഒരു വീഡിയോ എടുക്കണം ഇഷ്ടമില്ലാന്ന് പറഞ്ഞിട്ട് വീട്ടിൽ വരാതൊക്കെ ഇരുന്നു എന്നൊക്കെ പറഞ്ഞു. അവർക്കൊക്കെ ക്യാമറ കാണുമ്പോൾ എല്ലാവർക്കും അങ്ങനെയായിരുന്നായിരിക്കും എടി. നമുക്കാണേലും പക്ഷെ എനിക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നതാണ് കുറച്ച് ഇതൊക്കെ ഇടുവോടെ ഞാൻ വന്നപ്പോഴേ ആ ഉടുപ്പ് മാറ്റിയിട്ടുണ്ട്. ഇപ്പം ഈ എനിക്കിഷ്ടമില്ലാത്ത കോൺഫിഡൻസ് ഇല്ലാത്ത ഡ്രസ്സ് ഇട്ടുകൊണ്ടിരിക്കണ്ടാവും. എന്നോട് കയറ്റിന് കുഴപ്പം എടി, നമുക്ക് ഓരോ ഇഷ്ടമുണ്ടല്ലോ. പൊട്ട് വരെ അവള് കറക്റ്റ് മാച്ചാണ് കുത്തുന്നത്. ഞാൻ അവളുടെ ലുക്ക് ഞാൻ നിങ്ങളെ പിന്നെ കാണിച്ചു തരാം. അവൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റെഡി ആവല അവിടെ തകൃതിയായിട്ട് നടക്കുന്നു. എന്നെയും കുറച്ച് ഫോട്ടോ എടുത്താലോ. പക്ഷെ എൻ്റെ മുടി പോയി. ഇനി ഞാൻ ഫോട്ടോ എടുക്കില്ല. മുടി പോയ ഒരു കാര്യം വെച്ച് ഞാൻ ഫോട്ടോ എടുക്കില്ല. അതിനും കുറച്ചും കൂടെ എടുപ്പം. ആ പച്ച കുത്തിപ്പെടായിരുന്നു ഇവിടെ. പച്ചപ്പൊട്ട് എന്ത് പറഞ്ഞാലും വിശ്വസിക്കും. പാവ കരിനീല് എന്നാ കരിനീല് ഇത്രയും ദിവസം ഭയങ്കര മഴയായിരുന്നല്ലോ. അപ്പം ഞാനാണെങ്കിൽ റീൽസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇൻസ്റ്റയിൽ ഫുള്ളിങ്ങനെ വെള്ളത്തിലും ചാടുന്നതൊക്കെ റീൽസ് കണ്ടിട്ട് ഞാൻ ഇവരോട് കാല് പിടിച്ച് പറഞ്ഞു, എടി വാടി വാ, എല്ലാവരും റീൽസ് ചെയ്യാണ്, മഴയാണ്, വാ. വന്നപ്പം മഴയില്ല. 2 ദിവസമായിട്ട് കേരളത്തിൽ മഴയില്ല. നിങ്ങൾ വന്ന കാര്യം അറിഞ്ഞിട്ടാണ് എനിക്ക് കാണുന്നത്. മരുന്ന് കഴിക്കുക അത്ര തലവേനാണ്. പുതിയത് മനസ്സിലാ. എനിക്ക് മൂക്കൂത്തി കുത്തണം. ചെയ്തു. എനിക്ക് ഒരു വട്ടത്തിലുള്ള മൂക്കൂത്തി ഉണ്ട് കൂടി. ഞാൻ മൂക്കൂത്തു. എന്നു ചോദിച്ചാൽ കല്യാണം കഴിഞ്ഞിട്ട് നീ എന്ത് വേണേലും ആയിക്കോ എന്നുള്ളൊരു ഡയലോഗല്ലേ. ഗൈസ്, അവളുടെ ആൻറ്റിയുടെ വീടാട്ടോ താഴെ കാണുന്നത്. അവിടെ പോയേക്കാണ്. ഞാനിവിടെ ഒറ്റയ്ക്കാക്കിയത്. വൃത്തികെട്ടവൾ ഇതേ പോകുന്നു. വീഡിയോ ആയിരുന്നെങ്കിൽ നമുക്കൊരു കണ്ടന്റ് ആയിരുന്നു. വീഡിയോ വീണില്ല ഗൈസ്. നൈറ്റ് കിട്ടാ പാവം. ഇവളുടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലിപ്സ്റ്റിക് ഡാസ്ലർ കേട്ടോ. അപ്പം ഇവളുടെ ഈ ലിപ്സ്റ്റിക് കണ്ടിട്ടാണ് നിങ്ങളൊരു ഗെറ്റ് റെഡി വിത്ത് മീ കണ്ടിട്ടില്ലേ. അപ്പോൾ അതിനകത്ത് അവളിട്ട് ഈ ലിപ്സ്റ്റിക് കണ്ടിട്ടാണ് ഞാൻ എൻ്റെ ഈ ലിപ്സ്റ്റിക് കാണിച്ചത്. ഭയങ്കര കേട്ടോ, നല്ല കേട്ടോ. എനിക്ക് എന്താ പറയുക, മാറ്റിനേക്കാൾ ഇഷ്ടം പിന്നെ എന്താ പറയുക മറന്നു. എന്താ പറയുക, ഇങ്ങനെ ലിബാമൊക്കെ തേക്കും നമുക്കൊരു ഇത് കിട്ടില്ലേ, അതുപോലെ അല്ലാതെ മാറ്റായിട്ട് ചെയ്യുന്ന ലിപ്സ്റ്റിക്കാണ് എനിക്കിഷ്ടം. ഇത് പറഞ്ഞത് തെറ്റാണെങ്കിൽ ഞാൻ ഈ ഫാൻ കട്ട് ചെയ്യും. വോയിസ് ഓവർ കൊടുക്കാം. പിന്നെ ഇത് ഐബ്രോ, ഞാൻ ഐബ്രോ ഇടാറുണ്ട്. പക്ഷെ അവളെ ഇടും. മുടി തന്നില്ല, പക്ഷേ ജനറ്റിക് വൈസ് കാരണന്മാർക്കേ ഇല്ല. പിന്നെ നമുക്ക് കൺമഷി ഇത് ഞാൻ ഉപയോഗിക്കാറില്ല. എൻ്റെ കണ്ണിൻ്റെ ഇവിടെ എഴുതിയിട്ടുണ്ടെങ്കിലല്ലോ കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും ഇവിടെ മൊത്തം ഒരുമാതിരി ഇതൊക്കെ ഇതിനകത്ത് ഇല്ല. അടിപൊളി. ഇതിനകത്ത് എങ്ങനെ എടുക്കണേ? അവൾ ഉപയോഗിക്കുന്ന സൺസ്ക്രീൻ അല്ലേ, സൺസ്ക്രീൻ അല്ല, സൺ ഓർമ്മല്ലോ, സൺസ്ക്രീൻ. ഏതാ സൺസ്ക്രീൻ എന്നാണോ? അതിനെക്കുറിച്ച് ഞാൻ പഠനം നടത്തട്ടെ. സ്പ്രേ. ഓക്കെ, നമുക്ക് ഇന്നത്തെ ഇത് ചെയ്യാം.
ഹേമാസ് മേക്കപ്പ് ബോക്സ്. വാട്ട്സ് ഇൻ ഹേമാസ് മേക്കപ്പ് ബോക്സ്? ഓക്കെ, അവൾ ഉപയോഗിക്കുന്ന പോൺസിൻ്റെ പൗഡർ, പിന്നെ ഐബ്രോ പെൻസിൽ ആട്ടോ. ഇതിൻ്റെ പേര് കമ്പനിയുടെ ഏതാണപ്പോൾ അറിയില്ല, പക്ഷേ അവളുടെ മെയിനാണ്, അവളെപ്പോഴും എഴുതും. പിന്നെ ഒരു സ്പ്രേ, പിന്നെ ഡോട്ട്കിയുടെ ഒരു സൺസ്കെയറിൻ്റെ സൺസ്ക്രീമാണ്. അത്രയും വേണ്ടത്. അടുത്തത് ഡാസ്ലറിൻ്റെ ഒരു ലിപ്സ്റ്റിക്. ഓൾ ദ ഫേവറേറ്റ്സ്, കേരളത്തിലെ എല്ലാ പെൺകുട്ടികളുടെയും ഫേവറേറ്റ് ആയ ഐറ്റക്സിൻ്റെ പൊട്ട. ഇവിടെ ഉപയോഗിക്കുന്നത് P7. ഞാനും ഏകദേശം P7 ആണ്. നമുക്ക് നോക്കാം. ഇല്ല, ഞാൻ P7 അല്ല, ഞാൻ P6 ആണ് കേട്ടോ. കാരണം അവളുടേതും എൻ്റെയും കൂടെ കുത്തി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കണ്ടോ, അവളുടെ കുറച്ച് ചെറുതാണ്, എൻ്റെ കുറച്ച് വലുതാണ്. അപ്പോൾ ഇത് P7 ആണെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്നത് P8 ആയിരിക്കും, എൻ്റെ വലുതാണ്. പിന്നെ അടുത്തത് ഒരു വാസലിൻ. ഇതൊക്കെ തേക്കാറുണ്ടെന്തോ. പിന്നെ ഹിമാലയയുടെ ഒരു കാജൽ. പക്ഷേ ഇതിനകത്തൊരു സത്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഇല്ല. പാവം കേട്ടോ, കൊച്ചിന് ദാരിദ്ര്യം ഞാൻ കാണിച്ചല്ല, നമുക്ക് മേടിച്ചു കൊടുക്കാം, കാശുണ്ടോ. പിന്നെ മിലയുടെ ഒരു ഐലൈനർ. എനിക്ക് ഇങ്ങനത്തെ ഐലൈനർ ഇഷ്ടമല്ല കേട്ടോ, ഞാൻ ഉപയോഗിക്കത്തേ ഇല്ല. ഇങ്ങനെ ഇത്രയും ലിക്വിഡായിട്ടുള്ളത് എനിക്ക് പറ്റത്തേ ഇല്ല. എനിക്കൊരു ഇച്ചിരി വെള്ളം നടന്നത് തന്നെ എൻ്റെ എല്ലാം കൂടെ പറ്റും. അപ്പോൾ ഭയങ്കര വാട്ടർ പ്രൂഫ് ആയിട്ടുള്ളത് ഐലൈനർ മാത്രമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതെന്താണ് അപ്പോൾ പേരൊന്നും ഇല്ല, നമുക്ക് തുറന്നു നോക്കാം. ഓ മൈ ഗോഡ്, മസ്കാര പൗഡർ. സത്യം പറഞ്ഞാൽ ഈ സാധനം ഉപയോഗിക്കുമ്പോൾ നമുക്ക് നല്ല മാറ്റം കേട്ടോ. നമ്മൾ വിചാരിക്കും എന്തിനാണ് എപ്പോഴും ഞാനൊരു വീഡിയോ കണ്ടോ, നമ്മളെപ്പോഴും മേക്കപ്പ് ചെയ്യണത് നമ്മുടെ കുറച്ച് ഫ്യൂച്ചേഴ്സിനെ എൻഹാൻസ് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് ഈ ഐബ്രോസ് ഒക്കെ ഉണ്ട്, ദൈവം നന്നാക്കുന്നുണ്ട്. പക്ഷേ അതിന് കുറച്ചും കൂടി ഒരു സെറ്റപ്പ് ആക്കാൻ വേണ്ടി ഉപയോഗിക്കും. മേക്കപ്പ് ബോക്സിൽ 2 ഗുളികയുടെ കവർ കണ്ട് മേടിക്കണ്ട. ഒന്നിൻ്റെ അകത്തുള്ളത് ഞാൻ എടുക്കുന്നില്ല, എങ്ങാനും മിസ്സായാലും. ഒന്നിൻ്റെ അകത്തുള്ളത് വിളിച്ചും എടുത്തായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് മനസ്സിലായത്. ഒന്നിൻ്റെ അകത്തുള്ളത് മൂക്കുത്തി, ഇതിൻ്റെ തന്നെ അറിയില്ല. ഓ, കമ്മൽ പൊടിയൊക്കെ പറ്റാതെ അവൾ കവറിൻ്റെ അകത്തിട്ട് അതേപോലെ തന്നെ സൂക്ഷിച്ചേക്കോട്ടോ. തലവേദനയ്ക്ക് പറ്റുന്നത് ഇച്ചിരി മുമ്പ് തലവേദന വന്നപ്പോൾ എടുത്ത് വരുന്നുണ്ട്. മേക്കപ്പ് ബോക്സിൻ്റെ അത് കിട്ടണം എടുക്കാവും. ആശ്വാസം ഉണ്ടെന്ന് തോന്നുന്നത് പറ്റുന്നു. പണ്ട് ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇത് ചില ഈ ഗൾഫിൽ നിന്ന് വന്നിരിക്കണം. കാരണം നമ്മുടെ കൂടെ കുറേ മുസ്ലിം കുട്ടികൾക്കൊക്കെ പഠിക്കണം. അപ്പോൾ അവരുടെയൊക്കെ എല്ലാവരും കൂടെ ഇതിൻ്റെ പേരാണ്, ഇതിൻ്റെ പേര് കോടാലിത്തൈല. അപ്പോൾ അങ്ങനെ ഞാൻ തന്നെ ഉണ്ടാക്കുന്ന റെമഡി പണ്ട് നമ്മുടെ മറ്റേ മുസ്ലിംസിൻ്റെ അവർ ഗൾഫിൽ നിന്ന് കഴിയുമ്പോഴത്തേക്കും ഇത് കൂട്ടി സംഭവം കൊടുക്കും. അപ്പോൾ അവരുടെ തലവേദനയ്ക്ക് വരുമ്പോൾ അവർ പറ്റുമ്പോൾ നല്ല മണം, നമ്മൾ ക്ലാസ്സിലേക്ക് ഇരിക്കുമ്പോഴത്തേക്കും മണക്കാൻ വേണ്ടി ഇത് പറ്റുമ്പോൾ നമുക്ക് നല്ല ആശ്വാസമുണ്ട്. അടുത്തത് ഇതാണ് കോബ്രയുടെ സ്പ്രേ. അവളിപ്പോൾ 2 സ്പ്രേ ഉപയോഗിക്കും. സിറ്റുവേഷൻ അനുസരിച്ചാണോ? ഒരു ബോയ് ഫ്രണ്ടിനെ കാണാൻ പോകുന്നതും മറ്റേ ബോയ് ഫ്രണ്ടിനെ കാണാൻ പോകുന്നതും ഏത് നല്ല രസമുണ്ട്. അടുത്ത വേറെ പൊട്ട് സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റി കിട്ടാം. ആണോ ഇതെന്നെ ഈ പൊട്ട് കുഞ്ഞി പൊട്ടെന്തിനാ വലിയ പൊട്ടിട്ട്? ഓ, ജീൻസ് ഒക്കെ ഇടുമ്പോൾ അവളിടുന്ന തൊടുന്ന പൊട്ടാണ്. വലിയ ബ്രില്യൻസ്. ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോയില്ല. നമ്മൾ ആദ്യം അവൾക്ക് കൺമശി ഇല്ലാന്ന് പറഞ്ഞ് നമ്മൾ കളിയാക്കിയെങ്കിലും അവളുടെ ഹിമാലയയുടെ അത് കൺമശി ഇല്ലെങ്കിലും എടി കൺമശി സീരിയസ് ആയിട്ട് പറഞ്ഞാൽ കൺമശി ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ഒരു പരിധി കഴിയുമ്പോൾ മാറ്റി വേറെ മേടിക്കണം. അതിനൊരു എക്സ്പയറി എന്ന് പറഞ്ഞ സാധനമുണ്ട്. എൻ്റെ ഗൈസ്, ഇതാണ് ഇവിടെ ഒരു ലിപ്സ്റ്റിക്. ഇവിടെ ആ ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക് ഇട്ടിട്ട് ഇതൊരു തൂക്കില്ല, ഇത് തൂക്കാതെ ഇവൾക്ക് ഒരു കോൺഫിഡൻസ് ഇല്ല. ഇത് രണ്ടും കൂടെ മിക്സ് ആക്കിയ ഒരു സാധനമാണ് ഇവിടെ തേക്കുന്നത്. എന്തിനാണ് എനിക്ക് മനസ്സിലായിട്ടില്ല. എനിക്ക് ന്യൂഡ് ലിപ്സ്റ്റിക്കിനെ കുറിച്ച് ചിന്തിക്കാനേ പറ്റത്തില്ല. കാരണം ഞാനില്ല, എനിക്ക് ചുണ്ടില്ലാന്ന് മനസ്സിലാകാൻ തോന്നുന്നു. നീ ഒറ്റയ്ക്കിടുവോ? ഇത് തന്നിടുവോ? അതെന്നെ വിളിക്കില്ല. എനിക്ക് പറ്റില്ല ന്യൂഡ് ലിപ്സ്റ്റിക്കിന് പറ്റില്ല. പിന്നെ ഒരു ക്രാബുണ്ട്, പിന്നെ 2 സ്ലൈഡുണ്ട്. അതിനകത്ത് പിന്നുണ്ടടി. ഓ, ഇവിടെ പിന്നെ ചോദിച്ചപ്പോൾ നമുക്ക് പിന്നെ കിട്ടി ലാസ്റ്റ് ആയിട്ടാണ്. 2 പിന്നുണ്ട്. പിന്നെ വേണ്ടേ, പിന്നെ ഒരു 5 രൂപയുണ്ട്. പേഴ്സിലൊക്കെ നമ്മൾ എപ്പോഴും ഒരു പൈസ ഇടണം. അതിന് വേണ്ടിയിട്ടാണ് അവിടെ ഇത് അറിയാതെ വേണം. പിന്നെ 2 വൈറ്റ് മറ്റേ സ്റ്റഡുണ്ട്. ഞാൻ ഉപയോഗിക്കില്ല കേട്ടോ, വൈറ്റ് ഞാൻ ഉപയോഗിക്കുന്നത്. ഞാൻ ബ്ലാക്ക് മാത്രമേ ഉപയോഗിക്കുള്ളൂ. എനിക്കതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. വൈറ്റാ, ഞാൻ ഇടയ്ക്കൊരു ബ്ലാക്ക് മാത്രമേ മേടിക്കത്തുള്ളൂ. നീ വൈറ്റാണ് മേടിക്കുന്നത് ആണോ? ഇതിനകത്ത് 5 കേസാണ്. ഇടാറുണ്ട് നീ? അല്ലെങ്കിൽ 5 കേൾക്കുന്നത് ഓർമ്മത്തിലുള്ള 5 ആണോ? എനിക്ക് കമ്മൽ എപ്പോഴും ചളി പോകാറുണ്ട്. അപ്പം നമുക്ക് ഇനി ഇതെല്ലാം തിരിച്ച് ഇങ്ങോട്ടാക്കാം. ഞാൻ ഇത് ചെയ്യുന്നു പോടി ഷൂട്ടാട്ടോ. പോടി, അവൾ ആദ്യം പോയത് ഞാൻ ഒന്നോടെ എടുക്കാം. ഇപ്പൊ പറ
ഇപ്പൊ അവള് നാഗേക്ഷി പോലെണ്ടേ നാഗ ചേച്ചി അവള് മാല വേണ്ടേ ആ മാല വേണ്ട ഈ മേക്കപ്പ് ഏകദേശം കഴിഞ്ഞു ഗൈസ്. പോരെ മാല ആ പോരെ റീൽസ് ഉണ്ടോ? റീൽസ് എടുക്കണ്ടോ? ഞാനൊക്കെ ചെയ്യാം. അവള് സാരി എടുത്തിട്ട് റെഡി ആയില്ല കേട്ടോ. അപ്പത്തേനും അവൾ അവളുടെ അമ്മയുടെ അടുത്തേക്ക് സാരി എടുക്കാൻ വേണ്ടി പോയതാ. ഇത് പിന്നെ ഇവിടെ കുത്തിക്കും പിന്നെ കുത്തണ എന്നതാടി ഇത് എന്തിന്റെ കേടാ. ഇപ്പോഴും നീ എന്നെ തഗ്ഗടി. എനിക്കിങ്ങനെ കിട്ടൂല കേട്ടോടി സിനിമ ഡയലോഗ്. പൊന്നു അടിപൊളി കേട്ടോ എന്റെ സിനിമ ഡയലോഗ് ചേർത്ത് പറയാൻ വേണ്ടി. തിളക്കത്തിലാണോ? ആ ശരി ശരി. ഞാൻ ജഗതി ആ ജഗതി അത്രയ്ക്ക് മോഹാണെങ്കിൽ അവനവന് ചേർന്ന ഒരെണ്ണം തയ്പ്പിച്ചിട്ടൂടെ. സാരി ചെളിയിലൊന്നും ഇരിക്കല്ലേ. ഏതൊരു കല്യാണത്തിന് പോയപ്പോൾ ഏതൊരു ചേച്ചിയുടെ ഒരു അമ്മൂമ്മയുടെ ഒരു സാരിയും കണ്ട് വേറൊരാൾ എടുത്തുകൊണ്ട് പോയി. എന്നിട്ടോടി ഇപ്പം രണ്ടുപേരും ഒരു കല്യാണത്തിനാണ്. അപ്പോൾ കൊരട്ടി കൊണ്ടിട്ട് കൊടുത്തിട്ട് പറയാതാ ഇരുന്നോ ഇതിലിരുന്നോ അല്ലെങ്കിൽ സാരി ചെളി പറ്റുക. നീ ചിരിക്കാത്ത എന്നാടി. ഹേമയുടെ പൂച്ച. എടി നിന്റെ പൂച്ചക്കുഞ്ഞിന്റെ പേരനാടി. എടി ഹേമേ ചെവി കേൾക്കൂലേ നിന്റെ ചേച്ചിക്ക്? പേരെന്നാ? എന്നാ എടി നിന്റെ പൂച്ചക്കുഞ്ഞിന്റെ പേരനാടി? ഞാനിപ്പോ മിന്നൂന്ന് വല്ലതും വിളിക്കാം. ഓക്കെ ആണോ? എന്നാ ചുമയാണോ? അമ്മടി കള്ളി നിനക്ക് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലേ. എടി ഹേമേ എടി നിന്റെ പൂച്ചക്കുഞ്ഞിന് ചുമയാണോ? ആ ഞാൻ പേടിച്ചു. ഞാൻ മിണ്ടിയിട്ടാണോന്ന് ഓർത്തു. കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? എന്താ വെച്ചേ കൊച്ചിന്റെ ചേച്ചി സുന്ദരിയായിട്ട് ചിരിച്ചാ പോയതൊക്കെ ചിരിക്കില്ലെന്ന് സെറ്റാക്കി. അപ്പം ഞങ്ങൾ പോയി. അപ്പോൾ ഞങ്ങൾ ഫോട്ടോ എടുത്തിട്ട് വരാം ഗൈസ്. എടി നീ എന്നാ അങ്ങനെ പറയണേ? ഇവിടെ എപ്പോഴും പറയും ഡ്രസ്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ പറയും കത്തിവേഷമാണെന്ന് പറയുമോടി. കത്തിവേഷമാണെന്ന് പറയുന്നത് കഥകളിയിലെ കത്തിവേഷമാണോ നീ ഉദ്ദേശിക്കണേ? എൻ്റെ ഇവളുടെ അമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് സാരിയിൽ ചെളി പറ്റിക്കില്ലെന്ന്. ചന്ദനക്കുറി വേണ്ടടി. അതങ്ങനെയല്ലേ പാട്ടെ. ഒരു വലിയൊരു മഴക്കാറ്. ഫസ്റ്റ് ടൈം ആയിട്ടോ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് സാരി ഉടുക്കാതെ ഇവളുടെ മാത്രം ഫോട്ടോ എടുക്കണം. വേറെ ഒന്നും കൊണ്ടല്ലേ ഇവൾക്ക് ഭയങ്കര ആഗ്രഹം ഈ സാരി എടുത്ത് ഫോട്ടോ എടുക്കണം. നമ്മൾ സുന്ദരി, നമ്മൾ ഗ്ലാമർ ഉണ്ട്. പക്ഷെ ഞങ്ങൾ ഒരിക്കലും ക്യാമറ ഒന്ന് തുടച്ചതാ ഗൈസ്. ഇവിടെ നോക്കട്ടെ. മോനെ ഒരേ പൊളി.
ഞങ്ങളൊരു സ്പോട്ട് കണ്ടു. ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുത്തിട്ട് അടുത്ത സ്പോട്ടിലേക്ക് പോകണം. സൂപ്പറായിട്ടുണ്ട്. എടുത്തോട്ടെ. എന്താടി തുളസിക്കതിർ വെച്ചില്ല. അയ്യോ, എവിടെ കിട്ടും തുളസിക്കതിർ? വീഡിയോ എടുത്തിട്ട് കുഞ്ഞോളെ. വീഡിയോ ആണോ? ഇങ്ങനെ കണ്ടിങ്ങനെ കറങ്ങുന്നേ, കണ്ടിങ്ങനെ നടക്കണേ. ഏത് വീഡിയോ അടി? ഒരു ഓണം കാണിച്ചു കേട്ടെ. കാണിക്കണ്ടില്ല നിങ്ങള് നിന്റെ മനസ്സിലിരിക്കുന്ന കാര്യം ഞാൻ എങ്ങനെ ഓടണൊക്കെ. സെറ്റാക്കി തരാം. ആ എടി, നീ എനിക്ക് കഴിഞ്ഞ ദിവസം ആ വീഡിയോ അയച്ചായിരുന്നു. ഓടണേ. ആ സ്റ്റെപ്പ് വേണം. ഉള്ളിലേക്ക് കൊടുത്തോളാം. റോട്ടിൽ കൂടെ എടി അതാ സ്റ്റീലിന്റെ തൂണായി പോയി, അല്ലെങ്കിൽ നമുക്ക് സെറ്റാക്കായിരുന്നു. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്നാന്ന് പറയുമോ, നമുക്ക് ഇവിടെ ഒരു തറവാട് വീടില്ലാത്ത. തറവാടുണ്ട്, തറവാടിത്തമുണ്ട്, പക്ഷേ അതുപോലത്തെ ഒരു വീടില്ലാത്തതാണ് നമ്മുടെ പ്രശ്നം. ഉള്ള വീട് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഗൈസ്, അപ്പോൾ ഞങ്ങളുടെ ഫോട്ടോഷൂട്ട്, ഞങ്ങളുടെ അല്ല ഇവക്കടെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു. ഇവളെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്താൽ മതി കേട്ടോ. ഇവളുടെ ഫോട്ടോസൊക്കെ കാണാൻ പറ്റും. മടുത്തോ? ഒത്തിരി മടുത്തോടി? സാരി, നല്ല ഫോട്ടോസല്ലേ ചേച്ചി എടുത്ത് തന്നത്. അപ്പോൾ തിരിച്ചുള്ള വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകും. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ്. ബൈ ബൈ കോട് ബൈ. ഞാൻ ഓക്കെ. അപ്പോൾ ബൈ. അതെ അതെ, ശരിയടി, ടാറ്റ.